ഹായ്, നിങ്ങൾക്കറിയാലോ എനിക്ക് കുറച്ച് ഈ അഡ്വഞ്ചറസ് പരിപാടികളുടെ കുറച്ച് ഭ്രാന്തുള്ളതാണ്. ഞാൻ അതിന് മുമ്പേ ഗൈറോകോപ്റ്റർ റൈഡ്, അതുപോലെ തന്നെ സ്കൈ ഡൈവിങ്, ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വർക്കലയിൽ വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് മിസ് ചെയ്യില്ല. നിങ്ങൾ എത്ര പേര് പാരാമോട്ടറിങ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല വർക്കലയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത്. ഇവിടെ വർക്കല വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ പാരാമോട്ടറിംഗ് എന്ന് പറയുന്ന ഒരു അടിപൊളി അഡ്വഞ്ചറസ് പരിപാടി ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതാണ്. ഇനി നിങ്ങൾ വർക്കല വരികയാണെന്നുണ്ടെങ്കിൽ, ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലൈ വർക്കല, അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിലിട്ട് തരാം. അപ്പോൾ എന്തായാലും ചെയ്യുക. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. അപ്പൊ ഞാന് നമ്മുടെ പാരാമോട്ടറിംഗ് ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ ബീച്ചിന്റെ പേര് ആലിയിറക്കം ബീച്ച് എന്നാട്ടോ, വർക്കല. ഞങ്ങൾ താമസിച്ച ഉഷാന വർക്കലയിൽ നിന്ന് ഒരു 200 മീറ്റർ നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ ആലിയിറക്കം ബീച്ച്. അപ്പൊ നമുക്ക് പാരാമോട്ടറിംഗ്, എന്റെ അമ്മ എനിക്ക് 2 കൊമ്പ് മുളച്ച പോലെ ഉണ്ടല്ലോ, പാരാമോട്ടറിംഗ് പോയി വന്നാലോ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ടേണായി. ഈ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കയറാം. കയറുന്നതിന് മുമ്പ് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് ഹൃദ്രോഗങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പിന്നെ അങ്ങനെ നമ്മൾ കൺസെന്റ്, നമ്മുടെ സമ്മതം കൊടുക്കുന്നു, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, റിസ്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ സമ്മതം കൊടുക്കുന്നു എന്നൊക്കെ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു ഹെൽമെറ്റ് വെക്കണം, പിന്നെ ആ പറയുന്ന പോലത്തെ ബെൽറ്റുകളെല്ലാം ഇടണം. അങ്ങനെ ഒരു പ്ലെയിനിൽ കയറുന്ന പോലത്തെ സംഭവങ്ങളാണ്. അങ്ങനെ ഞാൻ പതുക്കെ കയറിയിരുന്നു. ഇത് കൂടെ നമ്മുടെ ഗ്രൗണ്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു മോട്ടോർ ബൈക്കിൽ പോകുന്ന പോലെയാ. പതുക്കെ അങ്ങ് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ ഇതങ്ങ് പൊന്തുന്ന സമയത്ത് നമുക്കൊരു ആളൽ വരും കേട്ടോ. കാര്യം ആ ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വയറ്റുന്ന ഒരു ആളൽ വരില്ലേ, അതുപോലെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് സ്മൂത്ത് ആവുമ്പോൾ ശരിക്കും നമുക്ക് തോന്നുക നമ്മൾ വാനത്തിലൂടെ, അതായത് മാനത്തിലൂടെ ഇങ്ങനെ ഒരു മോട്ടോർ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ നടക്കുന്ന പോലെയാണ്. വളരെ സ്മൂത്താണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഇളക്കമോ കുലുക്കമോ അങ്ങനെയൊന്നുമില്ല. സ്മൂത്ത് ആയിട്ടൊരു മോട്ടോർ ബൈക്ക് ആകാശത്തിലൂടെ നമ്മൾ ഓടിച്ച് പോകുമ്പോൾ എന്താ നമുക്ക് തോന്നുക, ആ ഒരു ഫീലാണ് നമുക്ക് സത്യത്തിൽ തോന്നാം. അപ്പൊ കുറച്ച് നമുക്കൊരു 15 മിനിറ്റ് തന്നെ നമ്മൾ കംഫർട്ടബിൾ ആവും കേട്ടോ. ഇപ്പൊ ഞാനിങ്ങനെ ചൂണ്ടി കാണിച്ച് തരുന്നത് എന്താണെന്നറിയോ, ഞാൻ തലേ ദിവസം ഞാനും സൈഡിൽ നിന്ന റിസോർട്ട്, അവിടെ വലിയൊരു പെയിന്റിംഗ് ഉണ്ട്. ആ പെയിന്റിംഗ് ദൂരേന്ന് തന്നെ കാണായിരുന്നു. അപ്പൊ ഞാൻ നിന്ന റിസോർട്ട് ദൂരേന്ന് തന്നെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ എന്റെ പിന്നിലിരിക്കുന്ന ഇൻസ്ട്രക്ടറോടും പറയായിരുന്നു, ഞങ്ങൾ ഇന്നലെ നൈറ്റ് അവിടെയാണ് താമസിച്ചത് എന്ന്. അപ്പൊ ഇതാണ് എനിക്ക് കാണുന്ന മുന്നോട്ടുള്ള വ്യൂ. എന്തൊരു രസാന്നറിയോ സത്യത്തില്. നമ്മുടെ ഒരു സൈഡില് ഈ നീലയും പച്ചയും കലർന്ന ആ ഒരു സമുദ്രം, മറ്റേ സൈഡിലെ വർക്കല ടൗണ്, അതായത് വർക്കല കംപ്ലീറ്റ് നമുക്ക് തലേ ദിവസം ഞങ്ങൾ കാർ ഓടിച്ച് നടന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഒരു വ്യൂ, മറ്റേ സൈഡിൽ വേറൊരു വ്യൂ, അതിന്റെ നടുക്കൂടെ നമ്മൾ ആ ഒരു മധ്യത്തിലൂടെ നമ്മളിങ്ങനെ ഒരു മോട്ടോർ ബൈക്ക് ആകാശത്തിലൂടെ ഓടിച്ചു പോകുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ ഒരു ഫീലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മൾ പക്ഷികളൊക്കെ താഴേക്ക് എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഏരിയൽ വ്യൂ, അത് അടിപൊളിയായിരുന്നു. ഇനി കുറച്ച് കഥകൾ എനിക്കിന്റെ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എങ്ങനെയാണ് ഞാൻ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത്. ഇപ്പൊ എവിടെ പോവുകയാണെങ്കിലും, ഞാൻ ഇപ്പോൾ പോകുന്നത് ലോക കേരള സഭയ്ക്കാണ്. സത്യത്തില് തിരുവനന്തപുരത്ത് ലോക കേരള സഭ 2 ദിവസമായിട്ട് നടക്കുകയായിരുന്നു, 30, 31. അപ്പൊ എന്തായാലും അന്ന് ആഫ്റ്റർനൂൺ നമ്മളൊരു 5 മണിക്ക് ശേഷം ഫ്രീ ആണ്. ഇപ്പൊ ഞാൻ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് അതിന്റെ അടുത്ത് കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതുവരെ കാണാതിരുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതിരുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് ഞാൻ എപ്പോഴും അന്വേഷിച്ചു വെക്കും. കാരണം എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, നമ്മൾ 2-3 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അവിടുന്ന് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാണാത്തൊരു സ്ഥലം കാണാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ബോണസ് എപ്പോഴും കിട്ടുമെന്ന് ഞാൻ എപ്പോഴും ഇപ്പൊ അന്വേഷിക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കല ഇതുവരെ ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ വർക്കല ടൂറിസം ഇപ്പൊ അടിപൊളിയായി നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഈ സമുദ്രവും അതിന്റെ അപ്പുറത്ത് നമുക്ക് ഈ ആ ക്ലിഫ് എന്ന് പറയുന്ന മുനമ്പ് ലോകത്ത് തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. അതിൽ തന്നെ ഒന്നും നമ്മുടെ കേരളത്തിലെ വർക്കലയില്ല. അപ്പൊ അത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഒരു മോശം തന്നെയാണ്. അങ്ങനെയാണ് ഈ തിരുവനന്തപുരം ട്രിപ്പിൽ വർക്കല അങ്ങ് കണ്ടു കളയാന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് വർക്കലയിൽ എന്തൊക്കെയാണ് നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുക അന്വേഷിച്ചപ്പോഴാണ് ഈ പാരാമോട്ടറിങ്ങിനെ പറ്റി ഞാൻ ഇൻസ്റ്റയിൽ കണ്ടത്. അപ്പൊ അവരെ ഞാൻ കോൺടാക്ട് ചെയ്തു. 12 മണി മുതൽ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. 12 to 1, 1 to 2, അങ്ങനെ വൈകുന്നേരം 6 മണി വരെ നമുക്ക് ലോട്ടുകൾ, അതായത് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം. അതിന്റെ അർത്ഥം നിങ്ങൾ 1 മണിക്കൂർ ഇങ്ങനെ ചുറ്റുന്നല്ല കേട്ടോ, 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ. പക്ഷെ 12 to 1 ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ അവർ നിങ്ങളെ കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാജഡി ഉണ്ടായി. ഞാൻ 11:30 മണിക്ക് ഇവിടെ എത്തിയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ മാഡം, ഇന്ന് വിൻഡ് അത്രയ്ക്ക് അനുകൂലമല്ല, വിൻഡ് വളരെ സ്ട്രോങ് ആണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോൾ പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പാരാമോട്ടറിംഗ് നടക്കൂന്ന് തന്നെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ ഡാർക്കായിപ്പോയി, ഡെസ്പായിപ്പോയി. കാരണം എൻ്റെ കയ്യിൽ വേറെ ദിവസമില്ല. അന്ന് രാവിലെ ഇത് ചെയ്തിട്ട് വേണം എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഉച്ച തിരിയുമ്പോഴേക്കും എത്താൻ.
എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ വെയിറ്റ് ചെയ്തു. 12 മണിക്ക് വിളിക്കും, 12:30 വിളിക്കും, 1 മണിക്ക് വിളിക്കും. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കും. വിൻഡ് ശരിയായോ, കാറ്റിപ്പോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഈ പിന്നിലിരിക്കുന്ന ആളുടെ കയ്യിലാണ് എന്റെയും അയാളുടെയും ജീവൻ. നിങ്ങൾക്ക് അറിയാലോ, അദ്ദേഹം ആ 2 കൈ കൊണ്ട് ഈ പാരച്യൂട്ടിനെ കാറ്റിന്റെ ഗതിക്ക് അനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ പ്രോപ്പറായിട്ട് പോകാൻ പറ്റുക. കാറ്റ് ശക്തിയായിട്ട് വീശുന്നു അല്ലെങ്കിൽ കാറ്റ് അനുകൂലമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങടേക്കെങ്കിലൊക്കെ പോകില്ലേ? അത് ഭയങ്കര അപകടമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരോട് കയർക്കാനൊന്നും പറ്റില്ല. കാറ്റ് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ അവരത് ക്യാൻസൽ ചെയ്യും, അത്രയേ ഉള്ളൂ. അങ്ങനെ എന്ത് പറയുന്നു, ഞാൻ 3:30-4 മണി വരെ വെയിറ്റ് ചെയ്തു. ഓരോ അരമണിക്കൂറും വിളിക്കുമ്പോൾ അവർ പറയും അനുകൂലമല്ല മാഡം, കാറ്റ് സ്ട്രോങ് ആണ്, പറ്റില്ല. എന്തായാലും ഒരു 4 മണി ആയതോടുകൂടി അവർ പറഞ്ഞു ഓക്കെ മാം, ഇപ്പം ഞങ്ങളൊരു ട്രയൽ റൺ ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, നിങ്ങൾ വന്നോളൂ നമുക്ക് നോക്കാമെന്ന്. അങ്ങനെയാണ് അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ആളെ അവർ പറത്തി, രണ്ടാമതായിട്ട് ഞാൻ കയറി. അങ്ങനെ എന്തെന്നെ പറഞ്ഞാലും അതൊരു ഭയങ്കര ലക്കായിട്ട് തന്നെ. കാരണം അന്ന് കാറ്റ് കനിഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം എനിക്ക് കിട്ടില്ലായിരുന്നു. എന്തായാലും കാറ്റ് നമ്മളോട് ദയ കാണിച്ചു, എനിക്ക് പറക്കാൻ പറ്റി. ഇതാ ഞാൻ പതുക്കെ ലാൻഡിങ്ങിലേക്ക് വരികയാണ്. അവർ താഴ്ത്തിക്കൊണ്ട് വന്നു. ഇപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മൾ ഏകദേശം ഗ്രൗണ്ട് മുട്ടാനായി. ശരിക്കും ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്ന പോലെ തന്നെയാട്ടോ. വിമാനം ലാൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു വയറിലൊരു പിടപ്പ് വരും അല്ലെ. അതിനുശേഷം അതിങ്ങനെ താഴെ കുത്തിയിട്ട് പടപട പറഞ്ഞിട്ട് ഒരു അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും കേട്ടോ. ഒരു വിമാനത്തിൽ പോയ ആളുകൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു പിടപടപ്പ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒരു പരിപാടി കംപ്ലീറ്റ് ചെയ്തത്. താഴെ ഇറങ്ങി ഹെൽമെറ്റൊക്കെ അഴിച്ചു കൊടുത്തു, അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പതുക്കെ നടന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ കൂടെ വന്ന എൻ്റെ ഫ്രണ്ട് താഴെ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണുക, നമ്മൾ എത്ര ഉയരത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ശരിക്കും കാണാൻ പറ്റും. ഇത് ഞാനാണ് ആ മുകളിൽ ഇങ്ങനെ പാരച്ചൂട്ടിൽ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ താഴെ വന്നാൽ ലാൻഡ് ചെയ്യുന്നത് അവൻ ദൂരേന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാ. ഇത് കണ്ടില്ലേ, ആ പറന്നു വരുന്നത് ഞാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പാരാമോട്ടറിങ് ചെയ്യുന്നത്. സോ ധൈര്യമുള്ള ആളുകൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അപ്പോൾ നെക്സ്റ്റ് ടൈം വർക്കല വരാൻ പ്ലാൻ ചെയ്യുന്നവർ ഇവിടെ പാരാമോട്ടറിങ് മാത്രമല്ല, പാരാഗ്ലൈഡിംഗ് ഉണ്ട്, പാരാസെയിലിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. ഞാൻ ചെയ്തത് പാരാമോട്ടറിംഗ് ആണ്, ബാക്കിയൊക്കെ ഞാൻ മുമ്പ് ചെയ്ത കാര്യമായതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഓഷ്യാനോ വർക്കല എന്ന് പറയുന്ന ഒരു അടിപൊളി റിസോർട്ടിലാണ്. അത് കണ്ടോ, അവരുടെ ഒരു വലിയ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ. ഇതിലിങ്ങനെ ഇരുന്ന് ആടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സീയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ഫീലാണ്. കണ്ടില്ലേ, വലിയൊരു ഊഞ്ഞാലാണ് കണ്ടോ. 2 തെങ്ങിൻ്റെ നടുക്ക് കെട്ടിയ ഒരു ഹ്യൂജ്, നമ്മൾ ബാലിയൊക്കെ പോയിരുന്ന ബാലി സ്വിങ് പോലെ നമുക്ക് വേണമെങ്കിൽ വർക്കല സ്വിങ് എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ അടിപൊളിയായിരുന്നു. വർക്കല വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത്. ഓക്കെ, ബൈ.